ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പെന്തക്കോസ്തയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ച വിശുദ്ധ യോഹന്നാൻ 13:31 മുതലാണ് ഇന്നത്തെ പ്രധാന വായനാഭാഗം. ചിന്ത 1. യൂദ പ്രകാശത്തിലേക്ക് വന്നവനാണ്. പടിപടിയായി തനിക്ക് ലഭിച്ച ഭാഗ്യം ജ്വലിപ്പിക്കേണ്ടിയിരുന്ന യൂദ പടിപടിയായി അന്ധകാരത്തിലേക്ക് പോയതായി കാണുന്നു. 13:30 യൂദ അന്ധകാരത്തിലേക്ക് പോയ കാര്യം പറയുന്നുണ്ട്. മുല്ലപ്പൂമ്പിടി ഏറ്റു കിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം എന്നാണ് പഴഞ്ചൊല്ല്. എന്നാൽ യൂദയിൽ നിന്ന് വമിച്ചത് ഗുരുനിന്ദയാണ്. ഗുരുത്വം വിറ്റ് അപ്പം തിന്നു. അതിനിടയാക്കിയത് അവനിൽ കുടിയിരുന്ന സ്വാർത്ഥതയും ഇച്ഛാഭംഗങ്ങളുമാണ്. അവൻ്റെ ധനാഭരണത്തെക്കുറിച്ച് ശ്ലീഹ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. കൂടുതൽ ധനം ആർജിക്കുവാൻ വെമ്മൽ കൊള്ളുകയായിരുന്നു അവൻ. അവൻ്റെ ധനാഭരണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. പെന്തക്കോസ്തിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ മുൻഗണനകൾ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടതാണ്. അവൻ്റെ വേർപിരിയൽ കർത്താവിന് തൻ്റെ മഹത്വീകരണമായി എന്ന് തീരുമാനമായി. ചിന്ത 2. കർത്താവ് തൻ്റെ മഹത്വീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയും പരസ്പര സ്നേഹത്താൽ ശിഷ്യന്മാർ തങ്ങളുടെ ശിഷ്യത്വം വെളിപ്പെടുത്തണമെന്ന് പറയുകയും ചെയ്യുന്നു. കർത്താവ് പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് അവിടുത്തെ മരണത്തിൽ കൂടിയാണ്. അവിടെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പാരമ്യത വെളിപ്പെടുന്നതുകൊണ്ട് പിതാവും മഹത്വീകരിക്കപ്പെടുന്നു. യേശുതമ്പുരാൻ അവരെ വിട്ടുപിരിയും മുമ്പ് അവർക്ക് ഒരു പുതിയ കൽപ്പനയായിട്ട് സ്നേഹത്തെക്കുറിച്ചുള്ള കൊടുക്കുന്നു. 3. പുതിയ കൽപ്പന പരസ്പരം സ്നേഹിക്കുവാൻ 13:34 കർത്താവ് ശിഷ്യന്മാരെ സംബോധന ചെയ്യുന്ന കുഞ്ഞുങ്ങളെ എന്നാണ്. അവരോടുള്ള അവിടുത്തെ സ്നേഹവാത്സല്യങ്ങൾ അത് വെളിവാക്കുന്നു. മരണത്തിലും മഹത്വീകരണത്തിലും അവിടുത്തെ അനുഗമിക്കുവാൻ ഇപ്പോൾ അവർക്ക് സാധ്യമല്ല. 13:33 അത് കാണാം. ഉയർപ്പിനും പെന്തക്കോസ്തിക്കും ശേഷമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാണ് അവരുടെ സമയം. സ്നേഹം എന്ന പുതിയ കൽപ്പന പഴയ നിയമ കൽപ്പനകളിലും സ്നേഹത്തിനൊരു സുപ്രധാന സ്ഥാനമുണ്ടായിരുന്നു. ദൈവത്തെയും മാതാപിതാക്കളെയും സമസൃഷ്ടങ്ങളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നതിൽ 10 കൽപ്പനകളും സമഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിനൊരു പുതിയ മാനം കൈവരുന്നു. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സ്വയം ത്യജിച്ചും സ്വയം അർപ്പിച്ചും നൽകുന്ന സ്നേഹമായിരുന്നു യേശുതമ്പുരാൻ്റേത്. ആ മാതൃകയായിരുന്നു അവിടുത്തെ ശിഷ്യന്മാരും പിന്തുടരേണ്ടിയിരുന്നത്. ഞാനും നിങ്ങളും അവിടുത്തെ ശിഷ്യന്മാരാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കും.